ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെമ്മീനും കടച്ചക്കയും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയായിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഉള്ളിയൊക്കെ വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് വേറെ പുളിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കും. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരണം. മസാല ഒന്നും കരിഞ്ഞു പോകരുത്. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഇനി മസാലയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ നമുക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ കറിയൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം വീണ്ടും നല്ലപോലെ കൂട്ടി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കടച്ചക്കയുടെ പകുതിയാണ് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ചെറിയ പീസാണെങ്കിൽ പിന്നെ വെന്ത് കഴിയുമ്പോൾ ഉടഞ്ഞു പോവും. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കടച്ചക്ക നല്ല പോലെ വെന്ത് വരട്ടെ. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ കടച്ചക്കൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെ തേങ്ങ, അതിലേക്ക് ഒരു 4 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി കടച്ചക്ക ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ അരച്ച് ഒഴിക്കണം. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ആ ഒരു മിക്സർ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം മിക്സർ ജാറിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണം മാറി തേങ്ങ നല്ലപോലെ ഒന്ന് വെന്ത് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ കറിയും തിളച്ച് വരട്ടെ. ഇപ്പോഴത്തെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം ചെമ്മീൻ ഉണ്ടായിരിക്കും, സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം. അപ്പോൾ വലിയ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീനും കടച്ചയ്ക്കും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരണം. ചെമ്മീൻ അധികം വേവൊന്നുമില്ല, എന്നാലും കുറച്ച് സമയം ഒന്ന് അതിലേക്ക് എടുക്കട്ടെ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഗ്രേവിയൊക്കെ ചെമ്മീനിൽ നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യരുത്, ഇതുപോലെ കുറച്ചൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഇരുന്ന് എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. ഇപ്പോൾ കറിയും ആ ചെമ്മീനും കടച്ചക്ക എല്ലാം നല്ല പാകത്തിന് കുക്കായി നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് വറവിട്ട് ഒഴിക്കണം. പിന്നെ ഇത് ഇരിക്കും തോറും ഈ കറി ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നാലും ഞാനിതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇത് കറി ഒന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ നല്ല പോലെ മാറി വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊരു ചെറിയ പാനാണ് കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ മാത്രമേ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു
1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക്. ഇനി ഇത് നമുക്ക് നേരെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ആ ഒരു ഉള്ളിയുടെ ഒക്കെ ഫ്ലേവർ നല്ലപോലെ കറിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീനും കടച്ചക്കയും കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.